ഉദ്ദേശിച്ച കാര്യത്തിന് തടസ്സം നേരിട്ടാൽ അത് ഉപേക്ഷിച്ച് പോകാൻ ആർക്കും സാധിക്കും. ധൈര്യത്തോടെ തടസ്സങ്ങൾ നേരിടാൻ ഉറച്ച മനക്കരുത്തുണ്ടായാൽ മതി. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഭയന്ന് ഒളിച്ചോടുന്നവരാണ് അനേകം പേര്. ഇങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നേരെ ഉണ്ടാവുകയുള്ളൂ എന്ന് പഴമക്കാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ആത്മവിശ്വാസം തരുന്ന വാക്കുകൾ പറഞ്ഞു തന്നിരുന്നവരുടെ കാലം ഏതാണ്ടൊക്കെ തീരാറായി. ഇന്ന് കാണുന്ന യാതൊരു സൗകര്യങ്ങളും ആഡംബരങ്ങളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഒന്നും ഇല്ലാതിരുന്ന പഴയ കാലത്ത് ജീവിച്ചിരുന്നവർ ഇന്നത്തെ തലമുറയേക്കാൾ എത്രയോ മടങ്ങ് മനോബലം ഉള്ളവരായിരുന്നു. അവരുടെ മുന്നിൽ അസാധ്യമായത് ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യർ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവിടെ നിന്നും ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഇന്ന് ആളുകൾക്ക് ഭയങ്കര പേടിയാണ്, മടിയാണ്. അതേസമയം ഏത് വെല്ലുവിളികളെയും നേരിടുന്നവർ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. അത് രാഷ്ട്രീയത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും ഒരുപോലെയാണ്. തടസ്സമുണ്ടാക്കുന്ന വസ്തുതകളുടെ കാര്യകാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ ഇന്ന് മനുഷ്യൻ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടുമായിരുന്നു പൂർവികർ അതിനെല്ലാം അതിജീവിച്ചിരുന്നത്. കേളം കുലുങ്ങിയാലും പാലം കുലുങ്ങുകയില്ല എന്ന അവസ്ഥയായിരുന്നു അന്നത്തെ ആളുകൾക്കുണ്ടായിരുന്നത്. അസാമാന്യ മനോബലവും അത് നൽകുന്ന ധൈര്യവും ആത്മവിശ്വാസവും സകല തടസ്സങ്ങളും അവരുടെ മുമ്പിൽ നിന്ന് ഒഴിവായി പോയിരുന്നു. എന്തിനും ഏതിനും ക്ഷിപ്രവേഗത്തിൽ പരിഹാരം കാണാനുള്ള ചാതുര്യം അവർക്കുണ്ടായിരുന്നു. ഉറച്ച മനക്കരുത്ത് എന്നതുപോലെ തന്നെ കായിക ബലവും അവരുടെ ധൈര്യത്തെ ഉത്തേജിപ്പിച്ചിരുന്നു. ഇന്നത്തെ ആളുകളെ അടച്ചാക്ഷേപിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇന്നും ഇത്തരക്കാരുടെ പിൻഗാമികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അവരെയും നമുക്ക് കണ്ടുപിടിക്കാം. തടസ്സങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കാതെ അതിനെ സധൈര്യം നേരിടാൻ കരളിന് ബലം നൽകൂ. ശുഭദിനം.